ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് ഞാൻ രാവിലെ വോയിസ് ഇടുമ്പോൾ വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിരുന്നു 753 കടക്കാതെ, ഇതിന് മുകളിലോട്ട് കടക്കാതെ നമുക്ക് ഒരു ബുൾ സെറ്റപ്പ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടുന്ന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ് ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് താഴോട്ട് പോയാൽ ഇത് കൺഫർമേഷൻ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? വെരി ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതിന് താഴെ പോയ കൺഫർമേഷൻ, ഇതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് കൂടുതലും കൺസോളിഡേഷൻ ആണ് സാധ്യത. കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞോ ഇല്ലയോ നിങ്ങൾ തന്നെ പറഞ്ഞു. കാരണം എന്താണ്? അത് പറയാൻ കാര്യം വലിയ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് എക്സ്പയറിയാണ് അല്ലേ? എക്സ്പയറി ദിവസം മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുക്കാൻ ശ്രമിക്കും. ഉരുകി എത്രത്തോളം പ്രീമിയം ഉരുക്കാമോ അത്രത്തോളം അവർ ഉരുക്കി തീർക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. നമ്മൾ പറഞ്ഞ രീതിയിൽ ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോയില്ല, ഇതിന് താഴോട്ട് വന്നെങ്കിലും എല്ലാ ഗ്രീൻ ക്യാൻഡലും എല്ലാ റിജക്ഷൻ ആയിരുന്നു ഇല്ലേ? നമുക്കൊരു പെർഫെക്റ്റ് ഒരു എൻട്രി നമുക്ക് കിട്ടിയില്ല ഇല്ലേ? പെർഫെക്റ്റ് എൻട്രി താഴോട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനോ ഒന്നും ഒരു സാധ്യത മാർക്കറ്റ് തന്നില്ല. ഇവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് മാക്സിമം ഉരുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എക്സ്പയറിയിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ. ഇവിടെ നമ്മൾ ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തു, സാർ ഓപ്പർച്യൂണിറ്റിയുടെ പറഞ്ഞു. നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം. ബിഗിനേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്? ഇവിടുന്ന് മാർക്കറ്റ് ഫസ്റ്റ് ഡേയിൽ ഇച്ചിരി ഒന്ന് വലുതാക്കാം. ഒരു മിനിറ്റ് ഒന്ന് വലുതാക്കാം. അല്ലേ, ഇതാണ് നമ്മുടെ ചാർട്ട് ഇല്ലേ? രാവിലെ തന്നെ മാർക്കറ്റ് വീണ് കഴിഞ്ഞപ്പോൾ തന്നെ നോക്കിക്കേ, ഇവിടുന്ന് തന്നെ മാർക്കറ്റ് താഴോട്ട് വന്നെങ്കിലും ഗ്യാപ്പപ്പിൽ ഏകദേശം 60-70 പോയിൻ്റ് എങ്ങനെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് മുകളിലോട്ട് പോയി. താഴോട്ട് വന്നെങ്കിലും മുകളിലോട്ട് കയറി റിജക്ഷൻ. ഈ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ? റിജക്ഷൻ ക്യാൻഡിലാണ്. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ മുകളിലോട്ട് പോയപ്പം അവിടുന്ന് തിരിച്ച് റിജക്ഷൻ. അപ്പോൾ 2 റിജക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ കൺഫർമേഷൻ ഇല്ല ഇല്ലേ? അതിനുശേഷം നല്ലൊരു പെയറിഷ് ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം താഴോട്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് നമുക്ക് പറയാൻ നമുക്കില്ല. ഉണ്ടോ? നിങ്ങൾ തന്നെ പറയും. ഇവിടെ നമുക്ക് എൻട്രി ബിഗിനേഴ്സിന്, അല്ലാത്തവർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ബിഗിനേഴ്സിന് ഇവിടെ ഒരു എൻട്രി പോയിന്റ് പറയാനില്ല. പിന്നെ അടുത്തൊരു എൻട്രി എന്ന് പറയാൻ ഇതാണ്. പക്ഷേ ഇത് വലിയ ക്യാൻഡിലാണ് നമുക്കിവിടെ. ബിഗിനേഴ്സിന് അപ്പോൾ ഇവിടെ എങ്ങും എൻട്രി ഇല്ല. ബിഗിനേഴ്സിന് ഇന്ന് സത്യം പറഞ്ഞാൽ എൻട്രി ഇന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളമില്ലാത്തത് മുങ്ങാൻ നിൽക്കില്ല. നമുക്ക് കറക്റ്റ് എൻട്രി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാൻ നിൽക്കാവൂ. കാരണം ഇവിടെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എക്സ്പയറി ആണ്, കലങ്ങി പോത്തേ ഉള്ളൂ. 5ൻ്റെ പ്രയോജനം നമുക്ക് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്കിന്ന് എൻട്രി ഇല്ല. ബിഗിനേഴ്സിന് ഇന്ന് എൻട്രി ഇല്ല. കാരണം ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ റിജക്ഷൻ ക്യാൻഡിൽ അവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നിലനിൽക്കത്തില്ല, പ്രോഫിറ്റ് കിട്ടത്തില്ല. പറയാം, വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ, ഇവിടെ ഒന്നും വരയ്ക്കാനൊന്നും ഇല്ല. എല്ലാം മാർക്കറ്റ് ഇവിടെ തന്നെ നിൽക്കുകയാണ്. മാർക്കറ്റ് ഇനി നാളെ എല്ലാവരും RBI മോണിറ്ററി പോളിസി നോക്കിയിരിക്കുകയാണ്. ഓക്കെ, റേറ്റ് കട്ട് നടക്കുമോ ഇല്ലയോ, അതാണ് ചോദ്യം. ഓക്കെ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം 6 ആയിരുന്നു, അത് 5.5 വന്നിട്ടുണ്ട്. ഈ 5.5 ഇനി കട്ട് ചെയ്യുമോ ഇല്ലയോ, എല്ലാവരും പോസാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും പോസാണ്, ഇന്ന് കട്ട് ചെയ്യത്തില്ല, അങ്ങനെ തന്നെ നിലനിർത്തും എന്നാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. എങ്ങാനും 5.5 എന്നുള്ളത് ഒരു 25 എല്ലാം കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പറക്കും. കട്ട് ചെയ്താൽ ഇല്ല, അങ്ങനെ തന്നെ നിർത്തുകയും CRR കട്ട് ചെയ്യുകയാണെങ്കിലും മാർക്കറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത ചിലപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ബാങ്കിങ് സെക്ടറിന് ലിക്വിഡിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് എന്താണ് ഈ CRR, റിപ്പോയോ റിവേഴ്സ് റിപ്പോ എന്താണെന്നൊക്കെ ഞാൻ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിവിടെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് പോയി കാണാം. അറിയാൻ വയ്യാത്തത് എന്താണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, CRR എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മോളിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഇതിൻ്റെ അവസാനം എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം. അറിയാൻ വയ്യാത്തവർ അത് പോയി കാണുക. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, എന്താണ് ഈ കാര്യങ്ങളെന്നുള്ളത്. CRR വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ, അപ്പോൾ അതായത് പിന്നെ ബാങ്കുകൾ RBIയുടെ ഭാഗത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന പൈസ, അതാണ് റിസർവ് മണി. ഓക്കെ, അതിനകത്ത് കുറവ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ലിക്വിഡിറ്റി നമുക്ക് ബാങ്കുകൾക്ക് അത്രയും കാശൂടെ അവരുടെ കൈ കിട്ടും. അപ്പോൾ അവർക്ക് അത് വെച്ച് വിനിമയം ചെയ്ത് കച്ചവടം ചെയ്യാൻ പറ്റും. വിശദമായിട്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് വിശദമായിട്ട് കേട്ട് നോക്കുക. ഓക്കെ, അപ്പം ഇവിടെ വരയ്ക്കാൻ ഒന്നുമില്ല.
ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഞാനീ പറഞ്ഞു ഇത് കടക്കാതെ ഒരു രക്ഷയുമില്ല, ഇത് കടക്കാതെ താഴോട്ടും ഇല്ല. ഇതിനകത്ത് കടന്ന് എങ്ങനെ ഓടിക്കളിച്ചാലും അവിടെ കടന്ന് കളിക്കത്തേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് 753 ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ 560 ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടിൽ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു മൂവ്മെൻറ്റ് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് മിഡ് ക്യാപ്പിനകത്തിൽ നിങ്ങൾക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കി കഴിഞ്ഞാലും ബാങ്ക് നിഫ്റ്റി കുറച്ച് സ്ട്രോങ് ആണ്. ബാങ്ക് നിഫ്റ്റി അടുത്ത് പറഞ്ഞുതരാം. ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആണോ? ഇത്രയും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിച്ചിട്ട് ഇവിടെ വലിയ കളികൾ നടന്നില്ല ഇല്ലേ. ഇപ്പോഴും 174 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് ഉണ്ട്. പക്ഷേങ്കിൽ എന്ത് വേണം, നിഫ്റ്റിയും കൂടെ സഹകരിച്ചെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഈ പറയുന്ന 55,000 കടന്നെങ്കിൽ മാത്രമേ, ഈ 55,000 കടന്നെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി വരകളെല്ലാം അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ അത് നോക്കി ബാക്കി ട്രേഡുകൾ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ട്രേഡ് എടുക്കും, എല്ലാം അവിടെ ഓൾറെഡി കിടപ്പുണ്ട് നമ്മൾ ഇല്ലേ. അപ്പം ഇന്നലെ നിങ്ങൾ അരട്ടായിയൊക്കെ നിങ്ങൾ ചെയ്തു, അതിന് ഒത്തിരി നന്ദിയുണ്ട്. പലരും ചെയ്തു, പലരും എന്നെ അതിൽ വിളിച്ചു, അത് ശല്യമായി എനിക്ക്. പലരും എന്നെ അതിലത് വിളിച്ചു, പലരും മെസ്സേജ് അയച്ചു. ഞാൻ ജസ്റ്റ് ഒരു രാജ്യസ്നേഹം കൊണ്ട് നിങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്യാനേ പറഞ്ഞുള്ളൂ. അതിനകത്ത് എന്നെ പരീക്ഷിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ അവസാനത്തെ പരീക്ഷണ വസ്തുവായി. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പിന്നെ 55,000 കടന്നെങ്കിൽ മാത്രമേ അടുത്തൊരു വകുപ്പിനുള്ള സാധ്യത ഉള്ളൂ. അതിന് താഴോട്ട് ഇതിനകത്ത് നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 54,300 പൊട്ടിയെങ്കിൽ താഴോട്ടുള്ളൂ. ഓക്കെ, മിഡ് ക്യാപ്പിനകത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. മിഡ് ക്യാപ്പിനകത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിന് ശേഷം നേരെ താഴോട്ട് ഇനി പോരുവാണ് ആശാൻ. ഞാൻ പറഞ്ഞു 12,666 സ്പെഷ്യൽ ലൈൻ, ഈ ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടം വരെ പോയി തട്ടി നേരെ തിരിച്ചു വന്നു. അതിനുശേഷം നേരെ താഴോട്ട് പോയി നമ്മുടെ ലൈൻ കൃത്യമായിട്ട് 575 കറക്റ്റ് സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറാൻ ശ്രമിച്ചു. 617 നമ്മുടെ ലൈനിൽ പോയി തട്ടി വീണ്ടും തിരിച്ച് താഴോട്ട് വന്നു. അവസാനം നേരെ താഴോട്ട് പോയി 12,522. വെരി ക്രൂഷ്യൽ. ഇത് ഈ 500 ഈ പറയുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി ക്രൂഷ്യൽ ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ വന്ന് തട്ടി കറക്റ്റായിട്ട് തിരിച്ച് താഴെ പോയി ഇല്ല. ഇവിടുന്ന് കറക്റ്റ് 100 പോയിൻ്റാണ് കയറി. ഇവിടുന്ന് 522, 617, ഏകദേശം 95 പോയിൻ്റോളം ഒറ്റയടിക്ക് ഇവിടുന്ന് ഇവിടെ കയറി. ഓക്കെ, ആരെങ്കിലും ഈ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കാണും, അറിയത്തില്ല. ഓപ്പർച്യൂണിറ്റി എടുത്തവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പെട്ടുപോയവരും കമൻറ്റ് ചെയ്യുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നമുക്ക് മിഡ് ക്യാപ്പിനകത്താണ് അവസരം കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നാളെ ഇതുപോലെ തന്നെ IT സെക്ടർ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റാണ് US മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നാളെ ഏതെങ്കിലും കാരണവശാൽ IT സെക്ടർ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഇവനും കൂടെ പെർഫോം ചെയ്യാൻ നമുക്ക് IT സെക്ടർ നോക്കാം. ഇന്നും പ്രശ്നക്കാരൻ ആരായിരുന്നു? നമ്മുടെ ഡിക്സൺ ആയിരുന്നു. 309 പോയിൻറ്റ് ഇന്നും വീണു. അപ്പോൾ ഈ വീണതൊക്കെ അണ്ണം തിരിച്ച് കയറുമ്പം ഇതിപ്പം പറക്കും. അങ്ങനൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് നമ്മുടെ ഈ മാക്സ് ഹെൽത്ത് പുറത്ത് പോയി, മാക്സ് ഹെൽത്ത് നിഫ്റ്റി 50 പോയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം കഴിഞ്ഞു. അവസാനം BSE ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും കോഫോർജും പോളിസി ബസാറൊക്കെ വരുവാനത്. ഇപ്പോൾ ഡിക്സൻ്റെ വെയിറ്റേജ് പിന്നെയും കൂടുക ഇല്ലേ. അപ്പോൾ ഇത്രയും കുറേ വീണു. ഡിക്സൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കുറേ താഴോട്ട്, ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ താഴോട്ട് വീണു കേട്ടോ. വളരെ ഭീകരമായ വീഴ്ചയായിരുന്നു. വീഴ്ച വന്ന് ഓൾമോസ്റ്റ് സപ്പോർട്ടായി. ഇനി ഇവിടെ തിരിച്ച് കയറിയാൽ നമ്മുടെ മിഡ് ക്യാപ്പ് പറക്കും. അതിൻ്റെ കൂടെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും കോഫോർജ് 38 പോയിൻറ്റ് കയറിയെന്ന്. അവിടെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ മിഡ് ക്യാപ്പ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കി വെച്ചു, ഒരു അവസരം ഇതിനകത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ നോക്കി ആ അവസരം നോക്കി കണ്ട് ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നാളെ 10 മണിക്ക് RBIയുടെ മോണിറ്ററി പോളിസി വന്നെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ തെളിഞ്ഞു വരത്തുള്ളൂ. ഓക്കെ, അതിനു മുന്നേ എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് വന്നതിന് ശേഷം നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പിലേക്ക് നിങ്ങളെ ഞാൻ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അല്ല ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് കുറച്ചെണ്ണേ ഉള്ളൂ, ഏതാണ്ട് 100 പേർക്കെങ്ങാണ്ടുള്ള ഗ്യാപ്പേ ഉള്ളൂ അവിടെ. ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് കയറേണ്ടവർക്ക് നിങ്ങൾക്ക് കയറാം. ഞാൻ അവിടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വേറെ ആയിരിക്കും. നിങ്ങൾ ഈ ഫസ്റ്റ് കമൻറ്റിലുള്ള ലിങ്കിൽ കയറാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.